രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തൗബാലയിൽ തുടക്കമായി. മല്ലികാർജ്ജുൻ ഖാർഗെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജിൽബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജിൽബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. മണിപ്പൂരിലെ തൗബലിൽ നിന്നുമാണ് ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തി. അതിനുശേഷം രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായിട്ട് ബസ്സിലാണ് യാത്ര. ആ ബസ്സും ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തി രാഹുൽ ഗാന്ധിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതായത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയും നടത്തുന്ന ഒരു യാത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് മണിപ്പൂരിൽ നിന്ന് തന്നെ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂരിലെ സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയാം. സംഘർഷം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. അതിനാൽ അങ്ങോട്ടേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ BJP സർക്കാരിനെതിരെയും ശക്തമായ പ്രതിഷേധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര മുമ്പോട്ട് പോകുന്നത്. 15 സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ 110 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകും. ഇപ്പോൾ ഈ യാത്രയിൽ ഇപ്പോൾ തുടക്കം കുറിച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയും സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രസംഗവും. ഭരണഘടനയുടെ ആമുഖം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി പോരാടുമെന്നും അതുപോലെ തന്നെ കോൺഗ്രസ് പോരാടുന്നത് സ്വാതന്ത്ര്യം, മതേതരത്വം, നീതിക്കും എന്നിവയ്ക്ക് വേണ്ടിയാണെന്നുമുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയ ഖാർഗെ ഈ നരേന്ദ്രമോദിക്ക് ഏകാധിപത്യ മനോഭാവമാണെന്നും BJP ശ്രമം ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അതുപോലെ തന്നെ ജനാധിപത്യം ഇല്ലായ്മ ചെയ്യാനുമാണ് ശ്രമിക്കുന്നതെന്നും വോട്ട് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ വോട്ട് നേടാൻ ദൈവങ്ങളെ കൂട്ടുപിടിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിമർശനവുമാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും മാർച്ച് 20-ന് മുംബൈയിൽ അവസാനിക്കുന്ന ഈ ഭാരത് ജോഡോയുടെ രണ്ടാമത്തെ യാത്ര എന്ന് തന്നെ പറയാം. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇപ്പോൾ മണിപ്പൂരിലെ തൗബലിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. കീർത്തി. ശരി, ജിൽബിയാണ് വിവരങ്ങൾ.